ഹായ് ഗായ്സ്, ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ നമ്മുടെ ചാനൽ വന്നിട്ട്. ചെറിയൊരു തിരക്കായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെമഡി എന്ന് പറയുന്നത് കരിമംഗല്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആണ്. ഇത് ഞാൻ ഈ പറയുന്ന ഒരു എന്താ പറയാ, ഞാൻ പറയാൻ പോകുന്ന 2 സ്റ്റെപ്പാണ് മെയിൻ ഇതിനുള്ളത്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ 2 സ്റ്റെപ്പ് നിങ്ങൾ എന്നും ഫോളോ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന കരിമംഗല്യം നല്ല രീതിക്ക് ഫേഡ് ഔട്ട് ആവും കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടോണർ ഉണ്ടാക്കണം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് ആണ്. നമുക്കത് വീഡിയോയുടെ വഴിയെ കണ്ട് മനസ്സിലാക്കാം കേട്ടോ, എങ്ങനെയാണ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കാം. ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടോണർ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുക്കുന്നുണ്ട്. ആ പാത്രത്തിനകത്തേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നോർമൽ വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് 1 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ ഗ്രീൻ ടീയുടെ ലീഫാണ് ചേർക്കുന്നത്. പിന്നീട് അതേ സെയിം അളവിൽ തന്നെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ തേയിലപ്പൊടി, നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടൻ ചായയൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കില്ല ബ്ലാക്ക് ടീ പൗഡർ, അത് 1 ടീസ്പൂൺ. ഈക്വലായിട്ട് രണ്ടും നമ്മൾ ഓരോ ടീസ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വെട്ടി തിളപ്പിച്ച് നമുക്ക് ആദ്യമായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് അങ്ങ് വറ്റി നമുക്ക് പാതി ഗ്ലാസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസിൽ ടോണർ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. തണുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിൽ അങ്ങ് ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സ്പ്രേ ബോട്ടിലൊന്നുമില്ല, ഞാൻ വേറെ നോർമൽ ആയിട്ടൊരു ബോട്ടിലിനകത്താണ് സ്റ്റോർ ചെയ്തിട്ട് പഞ്ഞിയിൽ ഡിപ്പ് ചെയ്തിട്ട്, നമുക്ക് ഇങ്ങനെ പഞ്ഞിയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് വൈപ്പ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇനി അടുത്തതായിട്ട് ഒരു ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ലിക്വറൈസിന്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ റെഡ് ലെന്റിലിന്റെ പൗഡർ കേട്ടോ, ചുമന്ന പരിപ്പ് പൊടിച്ചെടുത്ത പൗഡർ. അത് മീക്കൽ അളവിൽ തന്നെ, നമ്മുടെ ഈ ലിക്വറൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ്. നമുക്ക് പച്ചമരുന്ന് കരുതി മേടിക്കാൻ കിട്ടും. അപ്പൊ രണ്ടും ഈക്വൽ ആയിട്ട് ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടിൻറ്റ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ചേർത്താൽ മതി, ഒരു പേരിന് മാത്രം ചേർത്താൽ മതി. പിന്നീട് ഇതിനകത്തേക്ക് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ആവാരംപൂ ആലുവേറ ജെല്ലാണ് ചേർക്കുന്നത്. നോർമൽ ആലുവേറ ജെല്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. അതല്ല എൻ്റെ അടുത്ത് മേടിച്ചിട്ടുള്ള ഈ ഒരു ജെല്ലാണെങ്കിൽ ഇത് ചേർത്താലും മതി കേട്ടോ. അപ്പൊ എൻ്റെ ഏകദേശം കഴിഞ്ഞു, ഏകദേശം നല്ല ഫുള്ളായിട്ട് ബോട്ടിൽ കഴിഞ്ഞു. ഞാനിവിടെ 1 ടീസ്പൂണോളം ആലുവേറ ജെല്ല് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആലുവേറ ജെല്ല് ചേർക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ആലുവേറ ജെല്ല് മാത്രം ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് റെഡ് ലെന്റിൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കുന്ന ഒരാളാണ്. ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ടോണറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കും, ഞാനിവിടെ എടുക്കുന്നത് ട്രീറ്റഡ് ടോണറാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ടോണറാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ടോണർ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടോണർ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നോർമൽ വാട്ടർ, നമ്മുടെ പച്ചവെള്ളം ഇല്ലാതെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇത്തിരി നേരം അങ്ങ് കുതിർക്കാനായിട്ട് വെക്കുക. എങ്കിലും നമുക്ക് ആ ചേർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കുതിർന്ന് ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ മെത്തേഡോട് നോക്കി കാണാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഗ്രീൻ ടീയുടെ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് തന്നെ. അത് നമ്മൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇതുപോലത്തെ ഒരു ബോട്ടിനകത്തേക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ പഞ്ഞ് ഡിപ്പ് ചെയ്തിട്ടാണ് ഫേസിൽ വൈപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. പുറത്ത് നമുക്ക് 2-3 ദിവസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ക്യൂമിൻ ഫോമിംഗ് ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീരകത്തിന്റെ ഫോമിംഗ് ഫേസ് വാഷ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ പിമ്പിൾസിനെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനായിട്ടും, ജീരകം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ വേറെയും ഹെർബൽസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനായിട്ടും നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു ഷംനു ഓർഗാനിയുടെ ക്യൂമിൻ ഫോമിംഗ് ഫേസ് വാഷ്. അപ്പോൾ അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് വരിക. നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷ് ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് 1 മിനിറ്റോളം, ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 മിനിറ്റോളം ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ക്ലെൻസിങ് എന്ന് പറഞ്ഞ പരിപാടി കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും 1 മിനിറ്റോളം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾ
1 മിനിറ്റോളം ഫേസ് വാഷ് ചെയ്തെങ്കിലേ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ആ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ഫേസിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ആ 1 മിനിറ്റോളം ഫേസിൽ വെക്കാൻ പറയുന്നത്. നമ്മളിത് അപ്ലൈ ചെയ്ത് ലീവ് ചെയ്യുന്ന ഒരു കാര്യമില്ല, കഴുകി കളയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കഴുകി വെച്ച് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, ക്ലൻസിങ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ടോണർ ഉപയോഗിച്ചിട്ടാണ് ഫേസിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഡിപ്പ് ചെയ്തിട്ട് ഫേസ് ടോട്ടലി വൈപ്പ് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ, ടോണിങ്. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ഈ ഒരു കരിമംഗലംകാര്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർ ഈ ഒരു രീതി ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന ആ ഒരു പിഗ്മെന്റേഷൻ നല്ല രീതിക്ക്, ആ കരിമംഗലം നല്ല രീതിക്ക് ഫെയ്ഡ് ആവുന്നതാണ്. നമ്മൾ നോർമലി എല്ലാവരും സീറ്റിയം പ്രോട്ടീൻ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, ക്ലൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ കൂടുതലേക്ക് നമ്മൾ ഈ പറഞ്ഞ ടോണർ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ടോണറും അതുപോലത്തെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാക്കും ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ രാവിലത്തെ സീറ്റിയം പ്രോട്ടീൻ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു പിഗ്മെന്റേഷൻ നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് നല്ല രീതിക്ക് ഒരു എന്താ പറയാ മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരും. നല്ല രീതിക്ക് ഫെയ്ഡ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോണർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് സമയം കൊടുക്കുകയാണ്. ഡ്രൈ ആയതിനു ശേഷം, അതായത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മസാജ് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഡ്രൈ ആയതിനു ശേഷം വേണം അതിന് മീതെ ഈ ഒരു ടോണർ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ, അതിന് മീതെ വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കിത് കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു ടോണർ അപ്ലൈ ചെയ്തതിന്റെ മീതെ തന്നെ വേണം ഈ ഒരു പാക്കും അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇച്ചിരി അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റോർ ബോട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് രാവിലെ ചെയ്യുന്ന സമയത്ത് അപ്പൊ ഈ പറഞ്ഞ പോലെ ആലുവേരയും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അതല്ലാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഫ്രിഡ്ജിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ, അതായത് ഈ ഒരു പൗഡർ നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ അങ്ങ് അപ്ലൈ ചെയ്ത് വരാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് മാക്സിമം ഒരു 20 മിനിറ്റ് നിൽക്കണം കേട്ടോ. നമ്മൾ സീറ്റിയം പ്രോട്ടീൻ പറയുമ്പോൾ പെട്ടെന്ന് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളൂ. അപ്പൊ കിച്ചണിലൊക്കെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എന്തായാലും കിച്ചണിൽ നമുക്ക് വർക്ക് ഉണ്ടാവും. അപ്പൊ അതൊരു 20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു യെല്ലോയിഷ് ടിന്റ് വരും കേട്ടോ. ഞാൻ കഴുകി വന്നപ്പോൾ എന്റെ കൈമേൽ ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇഷ്ടമല്ലാത്തവര് ഇത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒത്തിരി ആയിക്കഴിഞ്ഞ് നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങ് ചെയ്തു വരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്ന് ഡ്രൈ ഔട്ട് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ സെയിലാക്കുന്ന നമ്മുടെ സ്വന്തം ബ്രാൻഡ് ആയിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ഷിയ ബട്ടർ ആഡ് ചെയ്തിട്ടുള്ള ഫേസ് മോയ്സ്ചറൈസർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് അല്പം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും കയ്യിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഷിയ ബട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മോയ്സ്ചർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ ഈ ഒരു ക്രീംസ് ആണെങ്കിലും ജെൽസ് ആണെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതാണ് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ജസ്റ്റ് ഈ കാണുന്ന രീതിക്ക് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്രീംസ് ആണെങ്കിലും ജെൽസ് ആണെങ്കിലും പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടും പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് സൺസ്ക്രീന്. ഈ ഒരു സൺസ്ക്രീന് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഞാനിവിടെ അല്പം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി അങ്ങ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് ടാൻ വരാതിരിക്കാൻ മാത്രമല്ല നമുക്ക് വെയിൽ കൊള്ളുമ്പോഴും ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്ത് മതിയാവൂ. കാരണം നമ്മൾ ഒരുപാട് നാളത്തേക്ക് സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇതുപോലെ വെയിലൊക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെല്ലാം കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ എല്ലാവരും മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും